കൊണ്ട് ഇൽമിന്റെ മേൽ അറിയിക്കുന്ന കലാമ കൊണ്ട് ഇത്ലാഖ് ഇസ്മിൻ മദ്ലൂൽ അലദ്ദാലി എന്ന മജാസ് പ്രയോഗമാണ്. ഇൽമി എന്ന് പറഞ്ഞാൽ തമീസുൻ ആണല്ലോ. തമീസിനെ ഇപ്പൊ ഉറക്കാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ പറഞ്ഞില്ല, എന്താണ് ലായത്തമിൽ നഖിദ സിഫത്തുൻ ദൂജിബി തമീസൻ ലാ യഹ്തമിലുൻ നഖീദ. അപ്പൊ അതിനെ ഉറക്കാക്കാൻ പറ്റില്ല. അതിന്റെ മേൽ ദലാലത്ത് ചെയ്യുന്ന കലാമ കൊണ്ട് ഉറക്കാക്കാനാണ് എന്ന്. സിഫത്ത് കാണാൻ അല്ല, ഇൽമ് കാണാൻ പറ്റുന്നൊരു സാധനമല്ല. സിഫത്തുൻ മാനവീയത്ത് ലാ യതസവ്വറു റഫ്ഉ സൗതി ബിഹി. وبالسند المتصل إلى المؤلف أنه قال حدثنا أبو النعمان عارم بن الفضل أنه قال حدثنا أبو عوانة عن أبي بشير عن يوسف بن ماهك بفتح الهاء غير منصرف للعلمية والعجمان. ماهك ابن ماهك عن عبد الله بن عمرو أنه قال تخلف النبي صلى الله عليه وسلم. തങ്ങൾ പിന്നെ ഞങ്ങളെ വ്യാക്കിലായി. തഖല്ലഫ തഅഖറ ഖൽഫന എന്നതിന്റെ അർത്ഥം. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ വ്യാക്കിൽ വരികയാണ്. നേതാവൻ വ്യാക്കിലല്ലേ പോകണ്ട, മുന്നേ അല്ല. അതുകൊണ്ട് എന്താണ് ഫീ സഫറത്തിൻ ഒരു യാത്രയിൽ സാഫർനാഹ ആ യാത്രയെ ഞങ്ങൾ യാത്ര ചെയ്തു മക്കത്തുൽ മുക്കറമയിൽ നിന്നും മദീനത്തുൽ മുനവ്വറയിലേക്ക് എന്ന് മുസ്ലിം റിപ്പോർട്ടുണ്ട്. നബിതങ്ങൾ ഞങ്ങളെ എത്തിച്ചു. ഏത് ഹാലിൽ? വഖദ് അർഹഖത്തിന അസ്സലാത്തു. നിസ്കാരത്തിന്റെ ടൈം ഞങ്ങൾക്ക് എത്തി. വസിയത്തിനാണ്, ഞങ്ങളെ മൂടി. നിസ്കാരത്തിന്റെ ടൈമായി. ആ സമയത്ത് തങ്ങൾ ഞങ്ങളിലേക്ക് നടന്നെത്തി. അതിന്റെ മേന ഇപ്പൊ ഞാനെത്തവല്ലോ ഞങ്ങളങ്ങനെ ഒന്നുകൊടുക്കണം. ഇപ്പൊ ഞങ്ങളായി നംസു തടകാൻ അടുത്തവരായി അല അർജുലിന നമ്മളുടെ കാലിന്മേൽ. തടവുക എന്ന് പറഞ്ഞാല് കാല് സമയമൊക്കെ അടുത്തല്ലേ, പെട്ടെന്ന് കഴുകി പോരാന്ന രീതിയിൽ അല്ലാതൊരു കഴുകല് കഴിയില്ല. ചെറിയൊരു കഴുകല് കഴുകാൻ ആയിന്നതിലർത്ഥം. അല അർജുലിന നമ്മളുടെ കാലുമേല്. അപ്പൊ പനാദോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. ഞാൻ നംസഹു അല അർജുലിനാന്ന്. നംസഹു ജമ്മായതുകൊണ്ട് അർജുലിനാന്ന് പറഞ്ഞതാണ്. ഇവ ഓരോരുത്തർക്ക് ഒരേ രണ്ട് കാലിലുള്ളൂ, മൂന്നാല് കാലില്ലല്ലോ. എന്താ അർജുനൻ നമ്മളെ കാലുകളിലല്ലോ, കാലാനിയിലേ ഉള്ളൂ, കാലുകളുണ്ട്. മുഖാവരത്തിൽ ജമ്മി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
ഫനാദ തങ്ങളെ വിളിച്ചു ബിഅല സൗത്തി ഒച്ചത്തിൽ വിളിച്ചു, തങ്ങളുടെ തങ്ങളുടെ ശബ്ദത്തിന്റെ അയല കൊണ്ട് വിളിച്ചു. എന്താ വിളിച്ചു പറഞ്ഞത്? വൈലുല്ലിൽ അഖാബ് എന്ന് പറഞ്ഞു. മടമ്പുകൾ സൂക്ഷിച്ചു കഴുകാത്തവർക്ക് നാശം, മിനന്നാർ നരകത്തിനാലുള്ള നാശം. മരണത്തെ ഔതലാതെ അപ്പൊ ഇൽമ പറയുമ്പോൾ ഉറക്കം പറഞ്ഞോളി, എല്ലാരും കേക്കട്ടെ. അത് നമ്മളെ വിഷയം. കാല് നല്ലോണം കഴിയുവരെയും കാല് നല്ലോണം കഴിയാത്തവർക്ക് നരകം കിട്ടുമോന്ന് തിരിഞ്ഞ. പിന്നെ 2 or 3 പ്രാവശ്യം പറഞ്ഞു. ബാബു ഖൗലിൽ മുഹദ്ദിസിന്റെ ഖൗലിൽ പറയുന്ന പാഠം. ഇനി നമ്മൾ പറയുമ്പോ അഖ്ബറന ഹദ്ദസന എന്നൊക്കെ പറഞ്ഞല്ലേ, തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടോന്ന്? ഇമാം ബുഖാരി തങ്ങൾക്ക് വ്യത്യാസമൊന്നുമില്ല. ഹദ്ദസന ഔ അഖ്ബറന വ അംബഅന വഖാല ലനൽ ഹുമൈദിയു, നമ്മളോട് ഹുമൈദി പറഞ്ഞു. ഖാലൽ ഹുമൈദി എന്നുള്ളടാ, നമ്മളോട് പറഞ്ഞു. എന്തു പറഞ്ഞു? കാന ഇന്ദ ഇബ്നു ഉയൈന, അയാള് ഹുമൈദി ഇബ്നു ഉയൈന തങ്ങെടുക്കലാണ് അങ്ങനെ ഇരിക്കവേ കേട്ടോ. ഖാല ലനൽ ഹുമൈദിയു എന്ന് നമ്മളോട് പറഞ്ഞു. ലനാന്നുണ്ട് ചില ഹദ്ദസന എന്ന് പറഞ്ഞു, അഖ്ബറന എന്നും പറഞ്ഞു, അംബഅന എന്നും പറഞ്ഞു. വസമീഅതു വാഹിദൻ, ഒരാളെ ഞാൻ കേട്ടു എന്നും പറഞ്ഞു. ഇതെല്ലാം എന്ത് തന്നെയാണ്? അദായിന്റെ പദങ്ങളാണ്. ഇവകൾ തമ്മിൽ വ്യത്യാസമില്ല, കൂടുതൽ വ്യത്യാസങ്ങളൊന്നും പറയാനില്ല എന്ന്. അത് പറയാനാ ഇമാം ബുഖാരി തങ്ങൾ അത് കൊണ്ടുവന്നത്. ഇല്ല ചിലര് ഹദ്ദസന എന്ന് പറയണമെങ്കിൽ ഷെയ്ഖ് അടുത്തിരുന്ന് പറഞ്ഞാലേ ഹദ്ദസന എന്ന് പറയുകയുള്ളൂ, അല്ലെങ്കിൽ അഖ്ബറനെ പറയാറുള്ളൂ. അങ്ങനെ ഫർക്ക് പറഞ്ഞവരുണ്ട്. അതൊന്നും ആ ഫർക്കൊന്നും മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹിന്റെ അടുക്കല് ഇല്ല എന്ന് അല്ല. ثم اعتبر المؤلف 3 تعاليق يؤيد بها مذهبه في التسوية بين الصيغ الأربعين. എത്രണ്ണം പറഞ്ഞോടെ? ഹദ്ദസന, അഖ്ബറന, അംബഅന, സമീഅതു വാഹിദൻ അല്ലേ? പിന്നെ അങ്ങനെ നമുക്ക് എന്താണ് 4 പറഞ്ഞു. وقال ابن مسعود തങ്ങൾ പറയുന്നു ഹദ്ദസനാ റസൂലുള്ളാഹി വഹുവ സ്വാദിഖുൽ മസ്ദൂഖ് എന്ന് പറയുന്നുണ്ട്. وقال ഷഖീഖ് പറഞ്ഞു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ തൊട്ട് ഷഖീഖ് തങ്ങൾ പറയുന്നു. ഷഖീഖ് എന്ത് പറഞ്ഞു? സമീഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമത്തൻ എന്ന് പറഞ്ഞു. وقال ഹുദൈഫത്തുൽ യമാനി തങ്ങൾ പറഞ്ഞു ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസനി എന്ന് പറഞ്ഞു. ഇമാം ബുഖാരി എന്തൊക്കെ പറഞ്ഞില്ല. وقال അബുൽ ആലിയ പറഞ്ഞു എന്ന് പറഞ്ഞു അൻ ഇബ്നു അബ്ബാസ് അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഫീമാ യർവീഹി അൻ റബ്ബി അസ്സ വജല്ല, അതുകൊണ്ട് പെട്ടിക്കോട്ടെ. وقال انس عن النبي صلى الله عليه وسلم يرويه عن ربي عز وجل എന്ന് വന്നോട്ടെ. അല്ല അപ്പൊ ഇവകളൊക്കെ എന്ത് തന്നെയാണ്?
بمعنى واحد. قال أبو هريرة عن النبي صلى الله عليه وسلم يربي عن ربكم عز وجل. അങ്ങനെ പറഞ്ഞു. മനസ്സിലായില്ല? അപ്പം മുഅൻഅനിന്റെയും മഹാനായ മുസന്നിഫ് റഹ്മഹുല്ലാഹിന്റെ അടുക്കൽ فهذا التعاليق الثلاثة وصلها المؤلف في كتاب التوحيد وأوردها هنا تنبيها على حكم المعنعن والذي ذهب إليه هو وأئمة جمهور المحدثين أنه موصول. ഇതെല്ലാം എന്താണ്? ഇത്തിസാനത് മുത്തസിലാണെന്നതിന്റെ മേൽ അറിയിക്കുന്നതാണ്. ഇദാഅത്താൻ റുവാത്തിൻ മുസമ്മീന മഅറൂഫീന ബിശർത്തി സലാമത്തി വൽ ലിഖാഇ وهو مذهب ابن المديني وابن عبد البر والخطيب وغيرهم وزاه النووي المحققين بل ومقتضى كلام الشافعي. نعم لم يشترطه مسلم بل أنكر اشتراطه في مقدمة صحيحه وادعى أنه قول مخترع لم يسبق قوله إليه. പിന്നെ കാലങ്ങൾ ഒത്താലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ മുസ്ലിം തങ്ങളുടെ കിതാബിലൊക്കെ. ഇനി കഴിഞ്ഞോ? وبسند المتصل إلى المؤلف رحمه الله قال أنه حدثنا قتيبة حدثنا إسماعيل بن جعفر عن عبد الله بن دينار عن ابن عمر رضي الله تعالى عنه وعنهم أنه قال قال رسول الله صلى الله عليه وسلم إن من الشجر അല്ല വൃക്ഷങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഷജറത്തുൻ ഒരു വൃക്ഷം. ഇന്ന മിനശ്ശജരി ഷജറത്തൻ ഇന്നലെ ഇസ്മായിട്ട് വായിക്കി. പിന്നെ ലാ യസ്കുത്തു വറക്കുക, അതിന്റെ ഇല വീണു പോവില്ല, കൊഴിഞ്ഞു പോവില്ല. അങ്ങനത്തെ ഒരു വൃക്ഷം. ആ വൃക്ഷത്തിന്റെ വിശേഷണം, അതിന്റെ ഇല കഴിയാത്തൊരു വൃക്ഷമുണ്ട്. വന്നഹ മസലുൽ മുസ്ലിമി അല്ല വൈന്നഹ മിസലുൽ മുസ്ലിം, മുസ്ലിമിന്റെ ഉപമയപ്പ് മസലുൽ മുസ്ലിമി. വൈന്നഹ അത്ബനല അന്നലൂല അല്ല ബികസറിൽ ഹംസത്തി അത്ബനല ഇന്നലൂല വബികസറിൽ മീമി മിസിലിൽ മുസ്ലിമി വൈന്നഹ മിസിലുൽ മുസ്ലിമി, മുസ്ലിമിനെ പോലെ. വേണ്ടാ? ഇനി വേറെ റിവായത്തില് മസലുൽ മുസ്ലിം, മുസ്ലിമിന്റെ ഉപമയെ പോലെയാണ് എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. ഷബഹ് ഷിബ്ഹ് പറയുന്നത് പോലെ മസല് മിസില് എന്നൊക്കെ പറയാം. അതുകൊണ്ട് ഫഹദ്ദിസൂനി മാഹിയ, ഏതാ വൃക്ഷം എന്ന് പറഞ്ഞാണ് നിങ്ങൾ എന്താ വൃക്ഷം ഏതാ? ഞങ്ങൾ കേറി എന്ന് പറയല്ല, സദസ്സൊക്കെ നോക്കണ്ടേ. അറിയാവുന്നവരുണ്ടെന്ന് വലിയ ആൾക്കാർ പറയട്ടെ, നമ്മൾ പിന്നെ പറയുന്നു. അങ്ങനെ ചിലർ വെച്ചു, ചിലർ അറിയാമെങ്കിൽ ഇനി ആ വൃക്ഷത്തിന് വേറെ വല്ല പേരും ഉണ്ടെങ്കിലോ അങ്ങനെ അറിയാൻ വേണ്ടി അങ്ങനെ ചിലർ ഭാവിച്ചു. ഇജ്തിഹാദ്. ഏതാണ് ആ വൃക്ഷം? ഫഹദ്ദിസൂനി. അതപ്പോ നമ്മള് ബാബുവായിട്ട് ബന്ധം, അതാണ് നമ്മള് ബാബുവായിട്ടുള്ള ബന്ധം. ഫഹദ്ദിസൂനി ഒന്ന് പറഞ്ഞാണ് അത് എന്താ? ഫഹദ്ദിസൂനി എന്നുള്ള നമ്മൾ ഇന്നലെ കിതാബിനകത്തതില്ലേ, ഫഹദ്ദിസൂനി എന്നുള്ള ഇൻ അറഫ്തുമൂഹ ഫഹദ്ദിസൂനി എന്നാണ്. അവിടെ ഫഹദ്ദിസൂനി എന്നുള്ളത് എന്താണ്? ഹുക്മ് എന്താണ്? ഹുക്മ് പറഞ്ഞതാണ്. അതിന്റെ വിശേഷണം മന്ദൂഖല്ല, അതെന്താണ്? മഫ്ഹൂമാണത്, മുദ്മറാണ് എന്നൊക്കെ പറഞ്ഞില്ല ഇന്നലെ കുറെ വിശേഷണങ്ങളും ജമ്മിനകത്ത് ഓതി. വയതുനാസൊക്കെ ഇവിടെ പോയി കിടന്നു. ഫഹദ്ദിസൂനി മാഹിയ ഏതാണെന്ന് പറഞ്ഞാണ്. വഖഅന്നാസു, അപ്പൊ ജനങ്ങളൊക്കെ സംഭവിച്ചു. ഫീ ഷജറിൽ ബവാദി, ബവാദിയിലുള്ള മലഞ്ചേരിയിലുള്ള വൃക്ഷങ്ങളെല്ലാം ഇന്നതായിരിക്കും ഇങ്ങനെ ഓരോരുത്തരോടൊന്ന് പറയാൻ തുടങ്ങി. എല്ലാവരും അശ്രദ്ധരായി മുന്തിരിങ്ങ മരമാണെന്ന് പറയാൻ, മുന്തിരി മര എന്ന് പറയാൻ. ഖാല അബ്ദുല്ലാഹി റളിയല്ലാഹു അബ്ദുല്ലാഹി ബിൻ ഉമറുൽ ഖത്താബ് തങ്ങളാണ്. ഓര് പറയുന്നു വഖഅ ഫീ നഫ്സി അന്നഹൻ നഖലത്തു, എന്റെ നഫ്സിലുണ്ട് അത് നഖലത്ത് തന്നെയാണ്. പക്ഷെ ഫസ്തഹിയൈതു,
എനിക്ക് ശങ്ക വന്നു പറയാൻ. വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞോട്ടെ. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾക്ക് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുണ്ട്, ഉസ്മാൻ തങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ പറഞ്ഞിട്ട് നമ്മളാണെങ്കിൽ പെട്ടെന്ന് അടിച്ചുവിടും. അതും നോക്കട്ടെ, അങ്ങോട്ട് വിടുക തന്നെ. ഫസ്തഹയ്യയ്തു അൻ അതകല്ലമ വഇൻദഹു അബൂബക്കറിൻ വഉമറു വഗൈറുഹുമാ ഹൈബത്തൻ മിൻഹു വതൗഖീറൻ ലഹു. തങ്ങളെ പേടിച്ചിട്ടും മറ്റവരെ ആദരിച്ചിട്ടും ഉണ്ടില്ല. സുമ്മ ഖാലു, പിന്നെ അവര് പറഞ്ഞു ഹദ്ദിഥനാന്ന്. അപ്പൊ ഹദ്ദിഥൂനാന്ന് പറയാം, ഹദ്ദിഥനാന്ന്. ഇവിടുന്ന് ഷെയ്ഖിന് എന്ത് ചെയ്യാം, ഷെയ്ഖിന് തലാമിദത്തിനോട് ഹദ്ദിഥൂനാന്നും പറയാം. പിന്നെന്ത്, പിന്നെ ഷെയ്ഖ് ഇങ്ങോട്ട് തലാമിദത്തിനോട് എന്ത് പറയാം, ഹദ്ദിഥന. രണ്ടും പറയാം, ഒരു കുഴപ്പമില്ല. അതാ നമ്മള് ബാബുവായിട്ട് ബന്ധം ഉണ്ടാക്കുന്നത്. അല്ലാതെ നിങ്ങൾ വിചാരിക്കും വേറെ എന്താ ഇവിടെ ഈത്തപ്പനമരം പറയാന്ന്. അതൊന്നുമല്ല. വിഷയാലാണ്, ബാബുവായിട്ട് ബന്ധം എങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ ഇവിടുന്ന് ഉസ്താദിന് അങ്ങോട്ടും പറയാം ഹദ്ദഥ എന്ന്, തിൽമീദിന് ഇങ്ങോട്ടും പറയാം. മനസ്സിലായില്ല? ഖാലു, അവര് പറഞ്ഞു ഹദ്ദിഥനാന്ന് പറഞ്ഞു. മാ ഹിയ യാ റസൂലല്ലാഹ്. ഏത് ബാബില കൊണ്ടുവരുന്നത്, എന്താ രസം. ഖാല, തങ്ങൾ പറഞ്ഞു ഹിയ നഖ്ല, അത് നഖ്ലത്താണെന്ന് പറഞ്ഞു. അല്ല അവിടെ ഹദ്ദഥനാന്നാണ് നമ്മളത് ഇതിനകത്തുള്ളത്. മുസ്ലിം തങ്ങളുടെ റിവായത്തിലുള്ളത് വൈന്ദൽ മുഅല്ലിഫി ഫി തഫ്സീരി. ഇനി മുസന്നിഫിന്റെ അടുക്കൽ തന്നെ തഫ്സീറിന്റെ ബാബിൽ എന്ത് വരുന്നുണ്ട്, മിൻ തരീഖി നാഫിഇൻ അൻ ഇബ്നു ഉമർ അന്നഹു ഖാല കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, തങ്ങൾ പറഞ്ഞു അഖ്ബിറൂനാ. ഈ ബാബ് തന്നെ, ഈ വിഷയം തന്നെ തഫ്സീറിന്റെ ബാബിൽ വരുന്നത് അഖ്ബിറൂന എന്ന് പറഞ്ഞു. ബിശജറത്തിൻ കർറജുലിൽ മുസ്ലിമി എന്ന് പറഞ്ഞു. ലാ യതഹാത്തു വറഖുഹ, അതിന്റെ ഇല പൊഴിഞ്ഞു പോവുകയില്ല. വല 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 അങ്ങനെ കുറെ പറഞ്ഞു ഞങ്ങൾ. വല എന്ന് പറഞ്ഞാൽ വല യങ്കത്തി സമറുഹ, അതേ പ്രകാരം തന്നെ വല യുഅദമു ഫയ്യുഹ വല യുബ്തുലു നഫ്ഉഹ എന്ന് വല 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 കുറെ അങ്ങ് പറഞ്ഞു. അവിടെ പറഞ്ഞ വാർത്ത അഖ്ബിറൂന. അപ്പൊ അഖ്ബറയായാലും ഹദ്ദഥയായാലും ഷെയ്ഖ് തലാമിദത്തിന് അസ്ഹാബിനോട് പറയുന്നതായാലും അസ്ഹാബ് ഷെയ്ഖിനോട് പറയുന്നിടത്തായാലും ഈ പദങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകം അതിനെന്തില്ല, ഒരു വ്യത്യാസങ്ങളൊന്നും മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാന്റെ അടുക്കല് ഇല്ല എന്നറിയിക്കാനാണ് ആ വിഷയം അവിടെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അതീതിലൊക്കെ ഉണ്ടാവും. അങ്ങനെ നോക്കിക്കോളൂ, ഇങ്ങളുണ്ടോ ഇല്ലയെന്നൊക്കെ. ബാബു ഇനിയും പറ, ഇത് തന്നെ വിഷയമായിരുന്നു. ഒരു വിഷയം തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി തങ്ങൾ റസൂലുള്ളാഹിയുടെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് തങ്ങളിലേക്ക് ഏതെല്ലാം പോയിന്റിൽ കൂടി എനിക്ക് എത്താൻ പറ്റും. ഈ വിഷയം തന്നെ ഇനി പറയുന്നത് മനസ്സിലായില്ല. തങ്ങളിലേക്ക് എനിക്ക് ഏതെല്ലാം പോയിന്റിൽ കൂടി, ഒരു വിഷയത്തിൽ തന്നെ എത്ര പോയിന്റിൽ കൂടി, എത്ര തരീഖിൽ കൂടി എനിക്ക് തങ്ങളിലേക്ക് ആ വിഷയം എത്തിക്കാൻ പറ്റും. അതാണ് ഇമാം ബുഖാരിയുടെ ചിന്ത. ബാബു തറഹിൽ ഇമാമി അൽ മസലത അലാ സുഹാബി. ബാബുട്ട് കേട്ടോ. ബാബു നേരത്തെ പറഞ്ഞ ബാബ ഏതാ? ബാബു അങ്ങനെ ഒന്നുമില്ല, അതൊക്കെ അന്യ പറഞ്ഞിങ്ങനെ പോയില്ലയോ. അന്യ ഹദ്ദഥനാ കുത്തൈബത്ത് അങ്ങനെ പറഞ്ഞു പോയി. ബാബൊന്നുമില്ല അവിടെ പ്രത്യേകിച്ച്. ഉണ്ടാ ബാബു അഖ്ബറ, അതല്ലേ ബാബു. അതിനിടെ പിന്നെ ബാബു പറഞ്ഞോ? പിന്നെ അതിന്റെ ഇടയിൽ ബാബു പറഞ്ഞോ? അതൊക്കെ ഹദ്ദഥനെയും അഖ്ബറിനെയും തമ്മിലൊന്നും വ്യത്യാസമില്ല എന്നറിയിക്കാനും അസ്ഹാബ് ഇമാമിനോടും ഇമാം അസ്ഹാബിനോടും ഹദ്ദഥ പറയാമെന്നൊക്കെ നമുക്ക് കിട്ടി.
അത് പറയാനാണ് പറഞ്ഞത്. ഇനി അവിടെ മസല വിഷയം ഇനി നോക്കുക. ബാബു തറഹിൽ, ഇതേ വിഷയം തന്നെയാണ്. ബാബു തറഹിൽ ഇമാമി അൽ മസ്അലത അലാ അസ്ഹാബിഹി ലിയഖ്തബിറ മാ ഇൻദഹു. അത് പരീക്ഷിക്കും, നല്ല പരീക്ഷിക്കും മുസ്ലിംമാര്. ഉസ്താദുമാരും ശിഷ്യന്മാരെ പരീക്ഷിച്ച പിന്നെ എന്തിനുള്ള വെറുതെ ഇങ്ങനെ ഓതി കൊടുത്തിട്ട് കാര്യം. പരീക്ഷയ്ക്ക് ജയിച്ചില്ലെങ്കിലോ സർട്ടിഫിക്കറ്റ് മാറ്റിവെക്കും, പിന്നെ വീണ്ടും എഴുതിക്കും. അതാ ഇഖ്തിബാർ. പരീക്ഷിച്ചാലേ പരീക്ഷ മാറ്റിയാല് അല്ല പിന്നെന്താവും, അത് എഴുതി കൊടുത്തില്ലെങ്കിൽ പിന്നെ വീണ്ടും എഴുതിപ്പിക്കും. അല്ല ഇഖ്തിബാർ വേണമല്ലോ. പരീക്ഷിക്കല് റസൂലുള്ളാഹിന്റെ സുന്നത്ത് പെട്ടല്ല പരീക്ഷ. അതുകൊണ്ട് നമ്മളെ പരീക്ഷ നമ്മളിപ്പോ ഇവിടെ ഇപ്പൊ നിശ്ചയിക്കും, ഡേറ്റ് നിശ്ചയിക്കും. ബാബു തറഹിൽ ഇമാമി അൽ മസ്അല, ഇമാമ് ചോദ്യത്തെ ഇട്ടുകൊടുത്തു. അലാ സുഹാബിഹി, എന്തിനു വേണ്ടി? ലിയഖ്തബിറ, ഇമാമ് പരിശോധിക്കാൻ. അപ്പൊ ഉസ്താദിന് ഇമാമെന്ന് ഷെയ്ഖും എന്നെല്ലാം പറഞ്ഞോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഷെയ്ഖ് അസ്ഹാബ്, ഷെയ്ഖ് അസ്ഹാബ്, അല്ലെങ്കിൽ ഇമാമ് അസ്ഹാബ്, അങ്ങനെ പറഞ്ഞോളൂ. ലിയഖ്തബിറ മാ ഇൻദഹും, അതും കൂടെ അതിന്റെ പിന്നിലുണ്ട് ഇമാം ബുഖാരി പറയുന്നതില്. അവരെടുക്കലുള്ള ഒരറിവിനെ പരിശോധിക്കാൻ വേണ്ടിയിട്ട്. ആ ഒന്നെന്തിനാൽ? മിനൽ ഇൽമി, ഇൽമിനാൽ. അല്ല വബിസ്സനദിൽ മുത്തസിൽ ഇലൽ മുസന്നിഫ് ഇലൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഖാൽ ഹദ്ദസനാ ഖാലിദ് ബിൻ മുഖല്ലദ് ഹദ്ദസനാ സുലൈമാനു حدثنا عبد الله بن دينار عن ابن عمر رضي الله تعالى عنه وعنهم عن النبي صلى الله عليه وسلم قال തങ്ങൾ പറഞ്ഞു ഇന്ന മിന ശജരി ശജറത്തൻ അല്ല ലാ യസ്ഖുതു വറഖുഹാ എന്ന് വഇന്നഹാ മിസ്ലുൽ മുസ്ലിമി ഹദ്ദിസൂനാ അല്ല. ഈ ഹദീസൂന പറയാനാണ് നേരത്തെ കൊണ്ടുവന്നത്, ഇവിടെ കൊണ്ടുവന്നതല്ല. ഇമാം പരിശോധിച്ചു, അസ്ഹാബിനെ പരിശോധിച്ചു എന്നറിയിക്കാൻ. എന്താ രണ്ടും തന്നെ വെറുതെ മിണ്ടാതിരിക്കുക അടങ്ങൾ. ഹദ്ദിസൂന മാഹിയ ഹദ്ദിസൂനി മാഹിയ ഖാല, റായി പറയുന്നു അഥവാ ദഹബത്ത് അഫ്കാറുഹും ഇലൈഹാ എന്നതിന്റെ അർത്ഥം അല്ല. ഖാല അബ്ദുല്ലാഹി ബിൻ ഉമർ പറയുന്നു ഫവഖഅ ഫീ നഫ്സി അന്നഖലത്ത് എന്നത് അല്ല. ثم قالوا, പിന്നെ അവർ പറഞ്ഞു ഹദ്ദിസനാ എന്ന് പറഞ്ഞു. മാഹിയ യാ റസൂലല്ലാഹ് ഖാല, തങ്ങൾ പറഞ്ഞു ഹിയൻ നഖലത്തു എന്ന് പറഞ്ഞു. എന്താ അപ്പൊ അതാണ് ഇൽമ. എത്രയായും ഇങ്ങനെ ഓരോന്നോന്ന് ചോദിച്ച് പഠിച്ച് ഇൽമുണ്ടാക്കണം. അസ്ഹാബിനോട് ഷെയ്ഖും ചോദിക്കാം, ഷെയ്ഖിനോട് അസ്ഹാബും ചോദിക്കാം. ചോദിച്ച് പഠിച്ച് ഇൽമുണ്ടാക്കണം. ഇൽമ അസ്ഹാബിനോട് ചോദിച്ച് അവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യണം? അവർക്ക് ബസീറത്തുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി അടുത്ത ബാബ് റബ്ബി സിദ്നി ഇൽമ എന്നുള്ള ബാബ് കൊണ്ടുവരും. ഇതിപ്പോ പരിശോധിച്ച അതിനാണല്ലോ അസ്ഹാബിന്റെ ഇൽമിന്റെ ഏറ്റവും വ്യത്യാസം എത്ര ഉണ്ട് എന്ന്. ഇനിയും ചോദിക്കാം. ബാബു മാ ജാഅ ഫിൽ ഇൽമി വഖൗലിഹി തആല വഖുർ റബ്ബി സിദ്നി ഇൽമ എന്ന്. ഇനി അവിടെ ഹദീസ് പറയണ്ട, ഈ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ടിരുന്ന് മനസ്സിലാക്കണം. ബാബുൽ ഖിറാഅത്തി വൽ അർളി അലൽ മുഹദ്ദിസ്, മുഹദ്ദിസിന്റെ മേലെ വെളിവാക്കി കൊടുക്കുന്നു, മുഹദ്ദിസിന്റെ മേലെ ഓതിക്കൊടുക്കുന്നു. അങ്ങനല്ലേ? അപ്പൊ ബാബു കോലില്ല. ബാബു മാ ജാഅ ഫിൽ ഇൽമി, ഇൽമി ഇനി പറഞ്ഞാലൊന്നും തീരത ചങ്ങാമാര്. എത്രങ്ങാണ് ഇൽമുണ്ട് പറയാൻ. ഇതേപോലെ എത്രയോ വിഷയങ്ങൾ ഇനി എന്റെ ബുഖാരിയിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി എടുത്തോളീൻ എന്നാണ് ആ പറഞ്ഞതിന്റെ അൽ ഹാസില്. ബാബുൽ ഖിറാഅ വൽ അർദ് അലൽ മുഹദ്ദിസ്, മുഹദ്ദിസിന്റെ മേൽ ഖറഅതു അലൈഹി എന്ന് പറയും. ബൻ യഖറഅ അലൈഹി ത്വാലിബു, മനസ്സിലായില്ല? ത്വാലിബ് ഓതിക്കൊടുക്കുന്നു അലൈഹി മുഹദ്ദിസിന്റെ മേൽ, മിൻ ഹിഫ്ളിഹി, ത്വാലിബിന്റെ ഹിഫ്ളിൽ നിന്നോ,
ഔ കിതാബിൻ അല്ല, അല്ലെങ്കിൽ കിതാബിൽ നിന്നോ, അല്ലെങ്കിൽ ഔ യസ്മഉഹു അലൈഹി ബിഖിറാഅത്തി ഗൈരിഹി. രണ്ട് രീതിയും പറയാതെ, ഞാൻ ഉസ്താദിന്റെ അടുത്ത് ഓതിക്കൊടുക്കുന്നു, ഉസ്താദ് കേൾക്കുന്നു, വേറൊരാൾ ഉസ്താദിന്റെ അവിടെ ഓതിക്കൊടുക്കുന്നു, ഞാനിരുന്ന് കേൾക്കുന്നു, അങ്ങനെയും പറയാം. അതിനെന്താ പറയാ, അല്ല ബാബുൽ ഖിറാഅത്തി എന്ന് പറയാം. അവിടെ ബാബുൽ ഖിറാഅത്തി അലൽ മുഹദ്ദിസി എന്ന് പറയാം. ബാബുൽ ഖിറാഅത്തി, അൽ ഖിറാഅത്ത്, ഖിറാഅത്തിന്റെ ഫായിൽ ആരാകും? ഖിറാഅത്തിന്റെ ഫായില് ഈ പറയുന്ന ആള് തന്നെ ആവും. അല്ലെങ്കിൽ ഖിറാഅത്തിന്റെ ഫായില് വേറൊരാളാവും, ഇയാള് സമഇന്റെ ആളാവും, സമഇന്റെ ഫായിലാവും. രണ്ട് രീതിയിലും അവിടെ പറയാം. തിരിഞ്ഞോ? മിൻ കിതാബിൻ ഔ ഹിഫ്ളിൻ വൽ മുഹദ്ദിസു ഹാഫിളുൻ. ഈ മുഹദ്ദിസ് ഹാഫിളാകണം. ലിൽ മഖ്റൂഇ, ഓതപ്പെടുന്ന കാര്യം മുഹദ്ദിസിന് അറിയണ്ടേ. അത് ഹാഫിളാണെങ്കിൽ അതിങ്ങനെ ശ്രദ്ധിച്ചിരിക്കാം. അല്ലെങ്കിൽ വൈറ് ഹാഫിളാണെങ്കിൽ നോക്കണം. ഔ വൈറ ഹാഫിളൻ ലാകിൻ മഅ തതബ്ബുഇ അസ്ലിഹി ബിനഫ്സിഹി ഔ സിഖത്തി ളാബിത്തി ഗൈരിഹി എന്ന്. വറഅൽ ഹസനു അന, നിങ്ങളെന്താ വായിക്കുമ്പോൾ വായിക്കുന്നില്ലായിരിക്കും. പിന്നെ വല്ലാറെന്നും പറഞ്ഞല്ലോ, വല്ലറന്ന് പറഞ്ഞല്ലോ. അറള് എന്ന് പറഞ്ഞാൽ താലിബു, താലിബ് വെളിവാക്കി, മറുവിയ ഷെയ്ഖിഹി, ഷെയ്ഖ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിനെതിരാ. ഇതൊക്കെ ഉസ്താദ് പറഞ്ഞെന്നാണെന്ന് പറഞ്ഞു. മനസ്സിലായില്ല? എന്നിട്ട് ഷെയ്ഖിന്റെ ഇത് മേടിച്ചു നോക്കി ചിന്തിച്ചോ, എന്നാ പിന്നെ കൊണ്ടുപോയിക്കോ, ഇത് നീ പോയി റിപ്പോർട്ട് ചെയ്തോ എന്ന് പറഞ്ഞു. അതാ അറള്. ഇതൊക്കെ ഉസ്താദ് പറഞ്ഞ ഇൽമുകളാണ്. ഞാൻ നോക്കട്ടെ, നോക്കട്ടെ, അടുത്ത് നോക്കി അതിനെ പറ്റിയൊക്കെ ചിന്തിച്ചു. മനസ്സിലായില്ല? എന്നിട്ട് പറഞ്ഞ എന്നാ കൊണ്ടുവയ്ക്കും, ഇതുകൊണ്ട് നീ റിവായത്ത് ചെയ്തോ എന്ന് അനുവാദം കൊടുത്തു വിടുക. അതാണ് അവിടുത്തേത് അൽ അറദ് വൽ അറദ് അലൽ മുഹദ്ദിസ്. ശരിയാ? പിന്നെ അങ്ങനെയൊക്കെയാണ് പണ്ടുള്ള ആലിമീങ്ങളൊക്കെ പഠിച്ചതും ഇൽമു നശ്ർ ചെയ്തതും. നമ്മളിപ്പോൾ പഠിക്കുന്നതൊക്കെ അവിടെ മാറ്റി അവിടെ വെക്കും. എന്നിട്ട് തോണ്ടുന്നൊരു ഒരു 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 മൊബൈൽ എടുത്തുകൊണ്ടിരിക്കും, അതിനകത്ത് തോണ്ടി കളിക്കും. മറ്റുള്ളവരങ്ങനല്ല. അവർ പഠിക്കുന്ന ഇൽമുകൾ പഠിച്ച് തഹ്ഖീഖാക്കി വെച്ച് എഴുതി വെച്ച് കറക്റ്റായി എഴുതി അവിടെ സൂക്ഷിച്ച് പിന്നെ ഉസ്താദിന്റെ അടുത്ത്, ആ ഉസ്താദ് നാൾ പറഞ്ഞത് ഇതിനെതിരാവുമല്ലോ, ഇവിടെ കൊണ്ടുപോ നോക്കട്ടെ, എന്നാൾ പറഞ്ഞു നോക്കട്ടെ, അടുത്തുണ്ടോ കൊടുക്കുമ്പോൾ ഇപ്പൊ അതല്ലല്ലേ, ഇപ്പൊ അങ്ങനെ പഠിക്കുന്നില്ലല്ലോ. ഇപ്പൊ പഠിത്തമില്ല. മൈനാമാർ വാട്സപ്പ് തുറന്നിരുന്നിട്ടാണ് പരീക്ഷയ്ക്ക് പിന്നെ സനത് കിട്ടാത്തത്. വാട്സപ്പ് പൂട്ടിയേക്കാൻ പറഞ്ഞിട്ട് അത് പൂട്ടി വെച്ചിട്ടില്ല. കുരുത്തക്കേട്. മുസ്ലിംമാരിതൊക്കെ മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ ഓതി വെച്ചിട്ട് എന്താ കാര്യം? മൗലവിമാർ കിതാബ് തിരുത്തുന്ന, കിതാബ് തെറ്റുണ്ടെങ്കിൽ പോലും അത് അതേപോലെ അവിടെ വെക്കും, അതിനെ തിരുത്തി പോലും വെക്കില്ല. എന്നിട്ട് ആ തെറ്റായിട്ട് പോയി വായിച്ചു കൊടുക്കുകയും ചെയ്യും. മടക്കി വെക്കുക, അടുത്ത സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്യുക, പോവുക, ഓതുക, സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ടേക്കായിരിക്കും വെക്കാറ് അവിടെ. ഇവിടെ നിന്ന് ചാടി കിട്ടിയാൽ മതി എങ്ങനെയെങ്കിലും. അൽ ഹസനുൽ ബസരി റഹ്മഹുല്ലാഹ് അഭിപ്രായപ്പെട്ടു, സുഫിയാനു തങ്ങളും മാലിക് തങ്ങളും അൽ ഖിറാഅത്തു ജായിസത്തുൻ എന്ന് അഭിപ്രായപ്പെട്ടു. മാലിക് ബിൻ അനസ് തങ്ങളാണ് ഇമാമുൽ അഇമ്മ, ഇമാമു ദാരിൽ ഹിജ്റ. അൽ ഖിറാഅത്തു ഏത് അൽ ഖിറാഅത്ത്? ഈ പറഞ്ഞ ഖിറാഅത്ത് അൽ ഖിറാഅത്തു അലൽ മുഹദ്ദിസ് എന്നുള്ളത് മനസ്സിലായില്ല? അൽ ഖിറാഅത്തു ജായിസത്തുൻ ഫീ സിഹത്തി നഖ്ലി അൻഹു ഖിലാഫൻ ലി അബി ആസിമിൻ നബീൽ അബ്ദുറഹ്മാൻ ബിൻ സലാം അൽ ജമീ വഖീഇൻ വൽ മുഅ്തമദ് അൽ ബൽ സറഹ അൽ ഖാദി ഇയാദ് ബി അദമിൽ ഖിലാഫ് ഫീ സിഹത്തി റിവായത്തിൽ അല്ലാഹ്. പിന്നെ
ഷെയ്ഖിന്റെ അടുക്കൽ ഓതി കൊടുക്കാൻ പറ്റുമോ പറ്റില്ല എന്നൊക്കെ ചോദിച്ച ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നുണ്ട്. പറ്റുമെന്നതാണ് അവരൊക്കെ പറഞ്ഞത്. പക്ഷേ മഹാനവരെ കാലബാദു അസ്ഹാബ് ഇമാം മാലിക് തങ്ങളുടെ അസ്ഹാബിൽ നിന്നും ചില ആൾക്കാർ പറയുന്നു, ഞാൻ ഇമാം മാലിക് തങ്ങളോട് 17 കൊല്ലം സഹവസിച്ചിട്ടും ഞാൻ തങ്ങളെ കണ്ടിട്ടില്ല, ഇബ്നു മാലിക് തങ്ങളെ ഞാൻ കണ്ടില്ല. ഖറഅൽ മുവത്തഅ അലാ അഹദിൻ ഫൽയഖറഊന അലൈഹി. അല്ല, അവരങ്ങോട്ട് ഓതി കൊടുക്കും, വിഷയം പറഞ്ഞു. വഫീ റിവായത്തിൽ അങ്ങനെയൊക്കെ. ഖാല അബൂ അബ്ദുല്ലാ, മഹാനായ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി, ഖാല അബൂ അബ്ദുല്ലാഹിൽ ബുഖാരി തങ്ങൾ സമിഅ്തു അബാ ആസിമിൻ യദ്കുറു അൻ സുഫിയാൻ അത്തൗരി വമാലിക് അന്നഹുമാ. അല്ല, അവർ രണ്ടുപേരുമായിരുന്നു യറയാനിൽ ഖിറാഅത്ത വസ്സമാഅ, സമാഇനെയും ഖിറാഅത്തിനെയും രണ്ടുപേരും അഭിപ്രായപ്പെട്ടിരുന്നു. എന്തായിട്ട് കണ്ടിരുന്നു? ജായിസൻ. അല്ല, പിന്നെ حدثنا عبد الله بن موسى عن سفيان أنه قال إذا قرأ على المحدث, ഒരു ഹദീസ് പണ്ഡിതന്റെ അടുക്കൽ പോയി ഓതി, ഞാൻ അങ്ങോട്ട് ഓതി കൊടുത്തു, ഇങ്ങോട്ടൊന്നും ഓതി തന്നിട്ടില്ല. മനസ്സിലായില്ല? ഇങ്ങോട്ടൊന്നും ഓതുന്നത് ഞാനങ്ങോട്ട് ഓതി കൊടുത്തിട്ടുണ്ട്. ഒരു കിതാബ് മുഴുക്ക ഞാൻ ഓതി കൊടുത്തു എന്റെ ഉസ്താദിന്റെ അടുത്ത്. എന്നിട്ട് എനിക്ക് എന്ത് പറയാം? ഹദ്ദസനി ഉസ്താദി എന്ന് എനിക്ക് പറയാം. എന്നാ ഉസ്താദ് വല്ലതും കൂടെ പറഞ്ഞു തന്നിട്ടുണ്ടോ? അതുമില്ല. അതാണ് ഇവിടെ ഇതിലെ ചർച്ചകൾ. ഇവിടെ എല്ലാം ഞങ്ങൾ ബാബു അഖ്ബറന ഹദ്ദസന ഒന്നും ഇങ്ങോട്ട് വരികയാണ്. മനസ്സിലായില്ല? എറയാൻ രണ്ടുപേരും അഭിപ്രായപ്പെട്ടു. അന്നഹുമാ കാന യറാനിൽ ഖിറാഅത്ത വസമാ ജായിസൻ. ഹദ്ദസന അബ്ദുല്ലാഹി ഇബ്നു മൂസാ അൻ സുഫിയാന ഖാല ഇദാ ഖറഅ അലൽ മുഹദ്ദിസി, മുഹദ്ദിസിന്റെ മേൽ ഓതി കൊടുക്കുകയാണെങ്കിൽ ഫലാ ബൗസ, ഒരു ബൗസും ഇല്ല, അയ്യഖൂല, ആ ഖാരിഇന് പറയാം ഹദ്ദസനി എന്ന് പറയാം. എന്താ? വസമിഅ്തു എന്നും പറയാം. രണ്ടും പറയാം. ഞാൻ കേട്ടു വെച്ചാൽ ഉസ്താദ്, ഞാൻ പറയുന്നത് ഉസ്താദ് കേട്ടു. എന്താ? വഹ്തജ്ജ ബഅദുൻ, ചില ആൾക്കാർ പറഞ്ഞു, ഫിൽ ഖിറാഅത്തി അലൽ ആലിമി ബിഹദീസ് ദമ്മാബ് ഇബ്നു തഅലബ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് കൊണ്ട് പറഞ്ഞു, അന്നഹു ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അമറക അൻ നുസല്ലിയ അസ്സലവാത്തി ഖാല നഅം ഖാല ഫഹാദിഹി ഖിറാഅത്തുൻ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ മേൽ ഓതി കൊടുത്തതിന്റെ ഒരു സാമ്പിളാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഒരു ഹദീസ് എന്നോട് ഇന്ന ആള് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയാൻ അയാൾ എന്നോട് ലിസാനൻ നിലയിൽ പറയണം എന്നില്ല. ഞാൻ പറഞ്ഞ ഹദീസിനെ അയാൾ കേട്ടാലും മതി. സമയത്തു, ഞാൻ കേട്ടു എന്ന് പറയാൻ ആ ഉസ്താദ് വല്ലതും ഇങ്ങോട്ട് ഓതിത്തരണമെന്നില്ല. ഞാൻ വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ അവതരിപ്പിച്ചപ്പോൾ അതിനെന്ത് ചെയ്തിട്ടില്ല? ഇൻകാർ ചെയ്തിട്ടില്ല, അതിനെ തസ്ലീം ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് മനസ്സിലായി? അത് വിശ്വാസയോഗ്യമാണ്. ഈ പറഞ്ഞ ഞാൻ ഓതി കൊടുത്തൊക്കെ വളരെ സത്യമാണ്. അസത്യമായിരുന്നെങ്കിൽ ഷെയ്ഖിന്റേതായ കടമ നിറവേറ്റുമായിരുന്നല്ലോ. മനസ്സിലായില്ല? അപ്പൊ എനിക്കെന്ത് പറയാനി? ഷെയ്ഖ് എന്നോട് പറഞ്ഞു എന്ന് പറയാം, ഞാൻ ഷെയ്ഖിനെ കേട്ടു എന്നും പറയാം. കേട്ടു ഹദ്ദസന എന്ന് പറഞ്ഞാലൊക്കെ എന്താവണമെന്നില്ല. പിന്നെ എന്താണ് ളിമാം ഏട്ടാ ളിമാം ഇബ്നു സഅലബത്ത് ഖാല ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അല്ലാഹു, അല്ല അല്ലാഹു ആണോ ഏട്ടാ അമറക്ക തങ്ങളോട് കൽപ്പിച്ചത് ബിഅൻ നുസല്ലിയ, അങ്ങനല്ലേ, അസ്സലവാത്തി അല്ലാഹു അമറക്ക, എന്താ ഞാൻ അങ്ങനല്ലേ വായിച്ച? അങ്ങനാണ്. അത് പിന്നെ നമ്മൾ പണ്ട് പറഞ്ഞിട്ടുന്നില്ലേ, ജറിന്റെ അക്ഷരത്തിന് എന്താണ്? അല്ലാഹു ആണോ തങ്ങളോട് കൽപ്പിച്ചത്? എന്തുകൊണ്ട്?
എന്തുകൊണ്ട് കൽപ്പിച്ചു? ബി അന്നുസല്ലിയ എന്നതുകൊണ്ട്. മനസ്സിലായില്ല? തിരിഞ്ഞില്ല? അല്ലാഹു അമറക്ക, അല്ലാഹുവാണ് അങ്ങയോട് കൽപ്പിച്ചത്. എന്തുകൊണ്ട് കൽപ്പിച്ചത്? അന്നുസല്ലിയ, ഞങ്ങൾ നിസ്കരിക്കണം, അസ്വലവാത്തി, ഇപ്പറഞ്ഞ നിസ്കാരങ്ങളെ, അല്ലെങ്കിൽ അസ്വലാത്ത. രണ്ടും പറയാം. എങ്ങനെയുള്ള നുസല്യാന്നല്ലേ? അല്ലേ? തുസല്യാന്നോ? സാവ് എന്താ തുസല്ലിയ ബിൽ മുതന്നാത്തീന്ന് അല്ല? തങ്ങളെ ഇക്കരിക്കാനെന്ന്. തങ്ങളെ ഇക്കരിക്കാൻ തങ്ങളോട് അള്ളാഹ് കൽപ്പിച്ചാണോ എന്ന് ബുഖാരി രണ്ടും പറയാന്ന് പറയും. وفي فرع اليونينية أن نصلي بنون الجمع. ഏതാ? അതല്ലേ എന്റെ മട്ടം. കാല, തങ്ങൾ പറഞ്ഞു, നഅം, അതേന്ന് പറഞ്ഞു. അല്ല, നഅം അമറന അൻ നുസല്ലിയ. കാല, മഹാനായ ഹുമൈദ് തങ്ങൾ പറയുന്നു, ബുഖാരി ഇമാമിന്റെ ഉസ്താദ്, അവര് പറയുന്നു, ഫാദിഹി, ഇപ്പറഞ്ഞത് ഖിറാഅത്തുൻ അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലോതല്ലേ. അഖ്ബറനാ ഇമാമുൻ ഖൗമഹു ബിദാലിക. അല്ല, അഖ്ബറ ഇമാമുൻ, ഇമാമ് പോയി പറഞ്ഞു അയാളുടെ കൗമിനോട്, ബിദാലിക, ഇതുകൊണ്ട്. അപ്പൊ ഫാജാസുഹു, അവരതിനെ സ്വീകരിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ തങ്ങളോട് ചോദിച്ചു, തങ്ങൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു. എന്നായിക്കോട്ടെ, അത് മതി, ഇത്രയൊക്കെ മതി ഒരു അതീത് പറയാൻ. قبلوه من ضمام وليس في الرواية الآتية من حديث أنس في قصة أنه أخبر قومه. أخبر ضمام, അതൊക്കെ നമ്മുടെ ബാബാട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. വഹത്തജ മാലിക്കുൻ അൽ ഇമാം, മാലിക് എന്തുകൊണ്ട് തെളിവെടുത്തു? പിന്നെ ബിസ്വക്കിയ എന്ന് പറഞ്ഞാല് സ്വക്കിന്റെ അർത്ഥം എന്താ ചെയ്യുന്നേ? കിതാബ്, തസ്ദീദിൽ അൽ കിതാബ്. വഹത്തജ മാലിക്കും ബിസ്വക്ക്, കിതാബ് കൊണ്ടും തെളിവെടുത്തു. സക്ക് എന്നുള്ള ഫാരിസ് ഭാഷയാണ്. മുഹറബൻ ഏട്ടാ, യുക്തബു ഫീഹി ഇഖ്റാറുൽ മുഖിദ്. യഖ്റഉ അലൽ ഖൗമി, യുഖ്റഉ, ആ കിതാബ് ഓതപ്പെടുന്നുണ്ട്, അലൽ ഖൗമി, ഖൗമിന്റെ മേലെ. ഫയഖൂലൂന, അപ്പോൾ ആ ഖൗം പറയുകയും ചെയ്തു. എന്ത് പറയുകയും ചെയ്തു? അശ്ഹദനാ ഫുലാനുൻ വയഖ്റഉ ദാലിക എന്ന് പറഞ്ഞു. മനസ്സിലായില്ല? അശ്ഹദനാ ഫയഖൂലൂന യഖ്റഉ അലൽ ഖൗമി ഫയഖൂലൂന യുഖ്റഉ. ഈ പിള്ളേരെന്താ പോകുന്നു? ഖിറാഅത്തുൻ അലയ്യിലെ തെളിവ്. യുഖ്റഉ അലൽ ഖൗമി ഫയഖൂലൂന, അപ്പൊ അവര് പറഞ്ഞു. ആര് പറഞ്ഞു? വഹത്തജ മാലിക്കുൻ, ഇമാം മാലിക് തെളിവെടുത്തു. ബിസ്സക്കി, സക്ക് യഖൂലിനോട് വായിൽ ആലോചിക്കണം. ജനതയുടെ മേലെ തങ്ങൾ ഓതി കേൾപ്പിച്ചപ്പം അത് ഉള്ളേന്നു. ആര് പറഞ്ഞു? അൻസാരിയും താബിത്തും മറ്റാനും പറഞ്ഞു അത് ഉള്ളയാണല്ലോ. സാർ നമ്മൾ സാക്ഷിയാക്കിയിട്ടാണ് എഴുതിയിരുന്നത്. അത് നമ്മൾ അംഗീകരിച്ചു. ആ ഷെയ്ഖ് എഴുതി വെച്ചിരുന്നത് മറ്റുള്ളവന് ഓതിക്കൊടുത്തപ്പോൾ യഖ്റഉ ഖിറാഅത്തുൻ അലൈഹി, അതാണ് ബാബ. മനസ്സിലായില്ല? ഫയഖൂലുന, സാക്ഷികൾ പറഞ്ഞു.
എന്താ പറഞ്ഞത്? അഷ്ഹദനാ ഫുലാനുൻ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? വയഖറഉ ദാലിക അല്ലേ, അല്ലെങ്കിൽ അബയുഖറഉ ദാലിക, അതിനങ്ങ് ഓതപ്പെട്ടു. ഈ ഓതപ്പെടലെല്ലാം ഖിറാഅത്തുൻ അലൈഹിം, അവരുടെ മേൽ ഓതി കൊടുക്കലാണ്. കളയപ്പെട്ട ഉത്തരം ഖബറാക്കണം, അങ്ങനല്ലേ? വഇന്നമാ ദാലിക ഖിറാഅത്തുൻ അലൈഹിം എന്ന് എന്താ അവിടെ ഉള്ളത്? വിവാദത്ത് അങ്ങനല്ലേ? എന്താണ്? വഫീ റിവായത്തി അബീ ദർരിൻ വൽവഖത്ത് വഇന്നമാ ദാലിക ഖിറാഅത്തുൻ അലൈഹിം. അപ്പൊ അവര് പറഞ്ഞു, അവരുടെ വാക്ക് നമ്മൾ അംഗീകരിച്ചു, ഷഹാദത്തിന്റെ വാക്ക് നമ്മൾ അംഗീകരിച്ചു. ഈ എഴുതപ്പെട്ടതിന് അവരുടെ മേൽ വായിച്ചതിന് ശേഷം അല്ല, അവര് മൊഴിഞ്ഞിട്ടില്ല, അത് ജനങ്ങളത് മൊഴിയണമെന്നല്ല, ഇവിടെ വായിച്ചു കൊടുത്തു, അപ്പൊ അവർ കേട്ടു, അപ്പൊ മറ്റു സാക്ഷികൾ സാക്ഷിയായി, അപ്പൊ അതിനെ നമ്മൾക്ക് അംഗീകരിക്കാമെന്ന് അത് കഴിഞ്ഞു. അപ്പൊ അവിടെ എല്ലാം ഖിറാഅത്തുൻ അലൈഹിം യഖറഉ അലൽ ഖൗമിയും, ഇതെല്ലാം എന്താണ്? പിന്നെ സാക്ഷിക്ക് പറ്റുന്നതാണ്. ഞാൻ അദ്ദേഹത്തിന്റെ മേൽ ഓതി കൊടുത്തിട്ടുണ്ട്, അപ്പൊ അദ്ദേഹം എനിക്ക് ഓതി തന്നു എന്ന് പറയാം. മനസ്സിലായില്ല? ഇനി വയുഖറഉ അലൽ മുഖ്രി, എന്നാ ഒരു മുഖ്രിന്റെ മേൽ ഓതി കൊടുക്കപ്പെടുന്നു. മുഖ്രി ബിമാന അൽ മുഅല്ലിമുൽ ഖുർആൻ, ഞാൻ ഓതിക്കൊടുത്തു, എനിക്ക് ഖുർആൻ പഠിപ്പിച്ചെന്ന് ഉസ്താദിന്റെ മേല്. എന്നിട്ട് എന്ത് ചെയ്തു? ഫയഖൂലുൽ ഖാരിഉ, ഖാരിഉ പറഞ്ഞു. എന്തു പറഞ്ഞു? അഖറഅനി ഫുലാനുൻ എന്ന് പറഞ്ഞു. അനുവദില്ല, ഞാൻ ഉസ്താദിനെ ഓതിക്കൊടുത്തപ്പോ ഉസ്താദ് കേട്ട് അംഗീകരിച്ചപ്പോ എനിക്ക് വരാമല്ലോ, ഉസ്താദ് എനിക്ക് ഓതി തന്നു. ഹഖീഖത്തിൽ ഉസ്താദ് ഓതിയോ? ഓതില്ല. ഓതിയോ? ഇല്ല. യഖൂൽ ഖാരിഉ അഖറഅനി ഫുലാനുൻ, ഫുലാൻ എന്നെ ഓതിപ്പിച്ചു. ഓതിച്ചെന്നല്ല, അഖറഅനി, ഉസ്താദ് എന്നെ ഓതിപ്പിച്ചു നോക്കിയിട്ടുണ്ട് അങ്ങനെ പറയാം. പിന്നെന്താണ്? അപ്പൊ എന്തിനാന്ന് പറഞ്ഞു വെച്ചാല്, ഈ വിഷയം എന്തിനാണ് പറഞ്ഞത്? ഖദ്സുയിലാൻ കുത്തുബില്ലത്തി തഅറദ തുഅ്ജില അയഖൂലു റജുലു ഹദ്ദത്തിനി എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലേ? ഖാലനാം കദാലിക അൽ ഖുർആനു അലൈസ റജുലു യഖറഉ അല റജുലി ഫയഖൂലു അഖറഅനി ഫുലാൻ എന്ന് പറയാൻ പറ്റുമോ പറ്റില്ലേ? അതേ പറയാൻ പറ്റും. മനസ്സിലായില്ല? അതേ പ്രകാരം ഒരു ആലിമിന്റെ മേലെ ഒരു വിഷയം ഓതി കൊടുത്തിട്ട് ആലിം അംഗീകരിക്കുകയാണെങ്കിൽ എനിക്ക് ആലിം ഓതി തന്നെന്ന് പറയാം. ഇതൊക്കെ പറയാനാണ് അവിടെ അൽ ഹാസിൽ എന്ന് തിരിഞ്ഞോ? പിന്നെ وبسند السابق المؤلف رحمه الله حدثنا قال حدثنا محمد بن سلام أنا حدثنا محمد بن الحسن الواسطي عن عوف بن مالك عن عوف بن أبي جميلة عن الحسن البصري رضي الله عنه قال لا بأس ഒരു ഹദീസിനെ ഒരു മുഹദ്ദിസിൽ നിന്നും നഖ്ല് ചെയ്യൽ സഹീഹാകുന്നതിൽ വിരോധമില്ല. അതിന്റെ അർത്ഥം ലാ ബഅസ, ഒരു മുഹദ്ദിസിൽ നിന്നും ഒരു ഹദീസിനെ നഖ്ൽ ചെയ്യൽ സഹീഹാകുന്നതിൽ വിരോധമില്ല. ബിൽ ഖിറാഅത്തി അലൽ ആലിമി, ശൈഖിന്റെ മേൽ ഓതി കൊടുക്കലുണ്ട്. അൽ ആലിം എന്ന് പറയാം, ശൈഖ് എന്ന് പറയാം, ഇമാം എന്ന് പറയാം. നേരത്തെ പറഞ്ഞില്ലേ അതൊക്കെ. വബിഹി ഖാല അൽ മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ഹദ്ദസനാ ഉബൈദുല്ലാഹി ഇബ്നു മൂസ عن سفيان قال إذا قرئ على المحدث, മുഹദ്ദിസിന്റെ മേൽ ഓതി കൊടുക്കപ്പെട്ടു. ഫലാ ബഅസ, എന്നാൽ ഓതുന്ന ആളിന്റെ മേൽ ബഅസില്ല. അൻ യഖൂല, പറയാം, ഹദ്ദസനി എന്ന് പറയാം. ഏതുപോലെ തന്നെ അഖബറനി എന്ന് പറയുന്നത് പോലെ തന്നെ അതന്നെ വേല. ഖാല മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നു وسمعت أبا عاصم عن سفيان يقول عن مالك إمام دار الهجرة وعن سفيان الثوري رضي الله عنه القراءة على العالم وقراءته ألا ആലിമിന്റെ മേലോതി കേൾപ്പിക്കലും ആലിം ഇങ്ങോട്ട് ഓതി കേൾപ്പിക്കലും എല്ലാം സവാഉൻ. ഏത് വിഷയത്തിൽ? വിഷയത്തിന് നഖ്ലി, അതാണ് വിഷയം. ഒരു ഹദീസിനെ
അയാളിൽ നിന്നും എനിക്ക് നക്കൽ ചെയ്തു, അയാളത്തിൽ റിവായത്ത് ചെയ്തെന്ന് പറയാൻ അങ്ങനെയൊക്കെ മതിയെന്ന് പിന്നെ വേഗം പറയണം. അതങ്ങോട്ട് പോകട്ടെ. ഇതൊക്കെ ഇൽമുകളുമായി ബന്ധപ്പെട്ടതാണ്. ഇൽമിനിപ്പോ ഇങ്ങനെയൊക്കെയാണ് ഇൽമിന്റെ ചർച്ചകൾ പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ ഷെയ്ഖ് ഇങ്ങോട്ട് ഓതി കൊടുക്കലും ഷെയ്ഖിന്റെ മേല് തിൽമീദ് കൊടുക്കുന്നതും തമ്മിൽ ഫർക്ക് പറയുന്ന ഒരുപാട് പേരുണ്ട്. ഏടാ وجواز رواية نعم استحب مالك القراءة على الشيخ وروى عنه الدارقطني أنها أثبت من قراءة العالم والجمهور على أن قراءة الشيخ أرجح من قراءة الطالب عليه وذهب آخرون إلى أنهما سواء كما تقدم عن مذهب المؤلف ومالك وغيرهما. ما مالك തങ്ങൾക്കും അവർക്കൊക്കെ അങ്ങനെയുള്ളൂ. حدثنا وبه قال حدثنا عبد الله بن يوسف قال حدثنا الليث عن سعيد هو അവരാരാണ്? സഈദ് ബിൻ അബി സഈദ്. ഹുവ ആരാണത്? അൽ മഖ്ബുരി. അപ്പൊ അത് വേറെ അബു സഈദ് ഉണ്ടെന്നതിന്റെ അർത്ഥം അല്ല. عن شريك بن عبد الله بن أبي نمرة أنه سمع أنس بن مالك رضي الله عنه يقول بينما نحن جلوس مع النبي صلى الله عليه وسلم في المسجد പള്ളിയിലിരിക്കവേ ദഖല റജുലുൻ ഒരാൾ കടന്നു വന്നു ഒരൊട്ടകത്തിന്റെ മേൽ ഫാനാഖഹു അയാൾ ഒട്ടകത്തെ അവിടെ മുട്ടുകുത്തിച്ചു ഫിൽ മസ്ജിദി പള്ളിയുടെ വരാന്തിനടുക്കൽ സുമ്മ അഖലഹു പിന്നെ അതിനെ അയാൾ കെട്ടി എന്നിട്ട് സുമ്മ ഖാല ലഹു ഇവരോട് വന്ന് ചോദിച്ചു അയ്യുക്കും മുഹമ്മദ് നിങ്ങൾ ആരാണ് മുഹമ്മദ് എന്ന് ചോദിച്ചു. ഏത് ഹാലിൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖിബുൻ ബൈന ദഹ്റാനൈഹിം അവർ തങ്ങൾ അവരുടെയിൽ ഇങ്ങനെ ചാരിയിരിക്കുക. മുസ്തബിൻ അലാ വിത്വാഇൻ ഒരു തലയിണയൊക്കെ വേണം ഇങ്ങനെ കൈകുത്തിയിരിക്കാനൊക്കെ അങ്ങനെ മുസ്ലിരിക്കുന്നതാണ്. ബൈന ദഹ്റാനൈഹിം ബൈനഹുമെന്നേ ഉള്ളൂ. ആ ലഹറൊക്കെ എന്താണ് അവിടെ ഉണ്ടെന്ന് അറിയിക്കാൻ യദുല്ല അല അന്ന ലഹ്റാൻ മിൻഹും ഖുദ്ദാമഹു വലഹ്റാൻ വറാഅഹു. അത് തങ്ങൾ അവിടെ സന്നിധാനത്തിൽ ഉണ്ട്, ലാഹിറാണെന്ന് അറിയിക്കാൻ. ഫഖുൽനാ ഹാദർ റജുലുൽ അബിയദുൽ മുത്തഖി എന്ന് പറഞ്ഞു. അതാ ഇരിക്കുന്ന വെളുത്ത ചാരിയിരിക്കുന്ന ആളാണ് പറഞ്ഞു. എന്താ അപ്പൊ കാലലോ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാൾ ഫഖാലലഹു തങ്ങളോട് ചോദിച്ചു. റജുല് ചോദിച്ചു. എന്ത് ചോദിച്ചു? ഇബ്നു അബ്ദില്ല ഇബ്നു അബ്ദുൽ മുത്തലിബ്. فقال له النبي صلى الله عليه وسلم قد أجبتك പിന്നെ فقال الرجل للنبي صلى الله عليه وسلم إني سائلك പറഞ്ഞത് മാത്രമല്ല فشدد عليك فمشدد عليك في المسألة فلا تجد علي في نفسك. ഇബ്നു അബ്ദുല്ലയാണോ? അതല്ല അർത്ഥം. ഏതാ? ഇബ്നു അബ്ദുല്ല ഖാലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ ചോദിച്ചു. അർറജുലു വന്ന ആള് ചോദിച്ചു. അർറജുലു ദാഖിലുന്ന് ഇബ്നു അബ്ദുൽ മുത്തലിബ് അതെ എന്ന്. പിന്നെന്താ? ഇബ്നു അബ്ദുൽ മുത്തലിബ് എന്നാണ് അർത്ഥം. കാരണം കഥ അജബത്തുക എന്ന് പറഞ്ഞില്ല മറുപടിയിൽ. അപ്പൊ സുആലാണെന്ന് മനസ്സിലായി. കഥ അജബത്തുക അഥവാ സമീഅത്തുക എന്നതിനർത്ഥം നീ പറഞ്ഞ ഞാൻ കേട്ടു, ഞാൻ ഇജാബത്ത് പറഞ്ഞു. എവിടെ വായിക്കുന്നുണ്ടോ?
ചായ കൊണ്ട് കുറച്ചുകൂടെ ഒരു ക്ഷീണ കയറിയിട്ട് വേസ്റ്റ് ചായ എടുക്കുന്നു. فقال له النبي صلى الله عليه وسلم പറയണ പിള്ളേ കത് അജബത്തുക്കാന്ന് പറഞ്ഞു. പിന്നെ ഇബിന് അബ്ദുൽ മുത്തലിബ് അപ്പൊ ഇത് കേട്ടപ്പോ സഹാബത്തൊന്നും ഇങ്ങനെ ആക്കി കാണും. അപ്പോഴാ റസൂൽ ഞാൻ അതൊക്കെ മറുപടി പറഞ്ഞല്ലോ എന്ന്. സഹാബത്ത് പറഞ്ഞ റസൂലുള്ള അംഗീകരിച്ചു. അല്ല റസൂലോട് പറഞ്ഞില്ല ഞാൻ അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞോ, നാമെന്ന് പറഞ്ഞോ, പറഞ്ഞവിടെ ഇല്ല. അവിൽ മുറാദ് ഇൻഷാഉൽ ഇജാബത്തി أو نزل تقريره للصحابة في الإعلام أنه منزلة النطق ولم يجبه عليه السلام بنعم لأنه أدخل بما يجب من رعاة التعظيم والأدب حيث قال أيكم محمد ونحو ذلك. لا فقلنا هذا الرجل الأبيض المتقي فقال له لله الرجل വന്ന ആള് ചോദിച്ചു ഇബ്നു അബ്ദുൽ മുത്തലിബ് മുഹമ്മദാണ്. ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ മകൻ ആണായ മുഹമ്മദാണെന്ന് ചോദിച്ചു. മനസ്സിലായില്ല. അപ്പൊ സഹാബത്തല്ലോ അങ്ങനെ അത് പറഞ്ഞു. അപ്പൊ അവിടെ എന്ത് പറയാ, സഹാബത്ത് പറയുമ്പോൾ തങ്ങൾക്ക് പറയാമല്ലോ അതിനൊക്കെ മറുപടി കിട്ടിപ്പോയെന്ന്. അതൊക്കെ ഞാൻ മറുപടി പറഞ്ഞു എന്ന് പറയാം. അങ്ങനെ പറയാൻ കുഴപ്പമില്ലല്ലോ. കഥാജപത്തുക്കാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെന്ത് ചെയ്തു? ഫഖാല റജുലു, അപ്പൊ വീണ്ടും അയാൾ പറഞ്ഞു ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, ഇന്നി സായിലുക ഫമുസദ്ദിദുൻ അലൈക ഫിൽ മസ്അല, ഞാൻ ചോദിക്കും, ചോദ്യത്തിൽ കടുപ്പം കൂട്ടുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കും. ഫമുസദ്ദിദുൻ ഐ അന മുസദ്ദിദുൻ അലൈക. മനസ്സിലായില്ല? ഫലാ തജിദ് അലയ്യ ഫീ നഫ്സിക്, നിങ്ങൾക്ക് എന്നോടൊന്നും തോന്നരുത്. അതായത് വേന അതിലാ തഗ്ലിബ് എന്നതിനർത്ഥം. അല്ലാ തജിദ്, ചായ കുടി വേഗം കൂടി, രണ്ടുപേർക്കും അടി കിട്ടാൻ പോകും. അതുകൊണ്ട് വേഗം കുടിച്ച് ക്ഷീണം കാച്ചിരിക്കും. ഫഖാല, തങ്ങൾ പറഞ്ഞു ചോദിച്ചോ, അതിനിപ്പം സല്ലമ്മാ ബദാലക് എന്ന് ചോദിക്കാം. ഫഖാല, റജുല് പറഞ്ഞു അസ്അലുക ബിറബ്ബിക് വറബ്ബി മൻ ഖബ്ലക് അല്ലാഹു അർസലക ഇലന്നാസ്. ഒന്നാമത്തെ ചോദ്യം, ഞാൻ നിങ്ങൾ റബ്ബിനെ മുൻനിർത്തി ചോദിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരുടെയും റബ്ബിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുന്നു, അല്ലാഹു അർസലക ഇലന്നാസി കുല്ലിഹിം, അല്ലാഹുവാണോ നിങ്ങളെ അയച്ചത് ജനങ്ങളിലേക്കെല്ലാം? ഫഖാല അല്ലാഹുമ്മ നഅം. ഫഖാല അല്ലാഹുമ്മ യാ അല്ലാഹ് നഅം, അതേന്ന്. ഖാല, അബാ റജുലി അൻസുദുക എന്നാ അൻസുദുക ബില്ലാഹ് അല്ലാഹു അമറക അൻ നുസല്ലിയ സ്വലവാത്തിൽ ഖംസ്. അത് ഇമാം ബുഖാരി നേരത്തെ പറഞ്ഞൊക്കെ നമുക്ക് മട്ടത്തിനായി. അള്ളാഹുവാണ് നിങ്ങളോട് കൽപ്പിച്ചത് 5 നേരം നിസ്കരിക്കണമെന്നതുകൊണ്ട് ഞങ്ങൾ ബിനൂനുൽ ജംഇ, പിന്നെ ഫിൽ യൗമി വൽ ലൈല. ഖാല അല്ലാഹുമ്മ നഅം. ഖാല അൻസുദുക ബില്ലാഹ് അല്ലാഹു അമറക അൻ തസൂമ അല്ലെങ്കിൽ അൻ നസൂമ. ഖാല അല്ലാഹുമ്മ നഅം. ഖാല അൻസുദുക ബില്ലാഹ് അല്ലാഹു അമറക അൻ തഅഖുദ ഹാദിഹി الصدقة 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 المفروضة
മിൻ അഗ്നിയായിന എന്നിട്ട് ഫതഖ്സിമുഹാ അലാ ഫുഖറായിന فقال النبي صلى الله عليه وسلم اللهم نعم فقال الرجل വന്ന ആള് പറഞ്ഞു ആമന്തു ഞാൻ മുമ്പ് തന്നെ വിശ്വസിച്ചു കഴിഞ്ഞ ആളാണ് ബിമാ ഒരു കാര്യം കൊണ്ട് ജീത്ത ബിയാവുന്നുകൊണ്ട് നിങ്ങൾ വന്നു വഹി കൊണ്ട് വഅന റസൂലു വഅന ഞാനാവുന്നത് റസൂലു മൻ വറാഇ മിൻ ഖൗമി വഅന ളിമാം ബിൻ സഅലബ പിന്നെ അഖൂ ബനി സഈദ് ബിൻ ബക്കർ പിന്നെ റവാഹു മൂസ വഅലി ബിൻ അബ്ദുൽ ഹുമൈദ് عن سليمان عن ثابت عن أنس عن النبي صلى الله عليه وسلم بهذا ഇതിന്റെ മാനയിൽ അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്തു. ഇനി പരസ്പരം കൈമാറൽ സനത് കൈമാറുന്നതിനെ പറ്റി പിന്നെ പറയുന്നത്. അപ്പൊ ഞാൻ ഇത് പോയി എന്റെ കൗമിനോട് വർത്തമാനം പറയുന്നതിന്റെ അർത്ഥം അപ്പോൾ ഒരു പിന്നെ ശൈഖ് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല. അയാൾക്കറിയാവുന്ന വിഷയങ്ങൾ മുഴുക്കുകയും അങ്ങോട്ട് ഓതി കൊടുത്താണല്ലോ. അതിനെല്ലാം നഅം 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 എന്നാ ഞാൻ ഇവിടുന്ന് വരുന്ന ആളാണ്, ഞാനിതവിടെ പോയി പറയാൻ പോവാണ്. ആയിക്കോട്ടെ ഉറക്കാൻ എന്താ അല്ലാഹു ബർക്കത്തിന് വേണ്ടി പറഞ്ഞോടന്നോ ഇയാളോട് ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കുല്ലാഹി എന്താണ്